ഇന്ന് കടയിലേക്ക് വന്നപ്പോൾ തന്നെ 2, 3 കസ്റ്റമറൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ചായ കുടിയെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരെ ശ്രദ്ധിക്കൂ. ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുപോലെ കഴിക്കണം. അപ്പം നമുക്കൊരു റാഹത്താണ്. ഏതായാലും നല്ല പരിപ്പ് കറി മീൻ പൊരിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു. ഇത് വർക്ക്ഷോപ്പ് ജോലിക്കാരനായ സുഡാനിയാണ്. അവൻ്റെ കയ്യിന് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. റോഡിൻ്റെ ആ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നമ്മളെ ഇരുവർപ്പച്ചങ്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ മൂപ്പരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തു. ഏതായാലും ചെറിയ ഒഴിവൊക്കെ കാണാണ്ട്. അപ്പോൾ ഞങ്ങൾ കട തുറന്നപ്പെട്ട ഒരു സ്റ്റിക്കർ ഉണ്ട്. കഴിഞ്ഞ കുറി പരിധി വന്നപ്പോൾ അത് സ്റ്റിക്കർ പറിച്ച് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് ഒഴിവാക്കി. രാത്രി പിന്നെ വല്ലാതെ കസ്റ്റമറൊന്നും കാണാനില്ല. അപ്പോൾ ഏതായാലും നമ്മളെ പുളി തിളപ്പിച്ച് കണ്ട് സ്ഥലത്തുണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ക്ലീനിങ്ങിൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് കട അടക്കാൻ നേരത്താണ് നമ്മളെ സിദ്ദിഖാക്ക സാധനങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ആഴ്ചയിലൊരിക്കലാണ് സിദ്ദിഖാക്കക്ക് ഓർഡർ കൊടുക്കൽ. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കണക്കുകളൊക്കെ കൂട്ടണതിൻ്റെ ഇടയ്ക്ക് തന്നെ കൂട്ടുകാരന്മാർ സാധനങ്ങളൊക്കെ ഇറക്കി കഴിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ആപ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കണക്കുകളൊക്കെ കൂട്ടി സിദ്ദിഖാക്ക പോയി. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നടക്കാൻ പോയി. അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ഓക്കെ, ബൈ ബൈ.